140 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള മത്സരത്തിൽ 3 മുന്നണികളിൽ നിന്നുമായിട്ട് 47 വനിതാ സ്ഥാനാർത്ഥികളും രംഗത്തുണ്ടെന്നുള്ളതാണ് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത. അധികാരത്തിൻ്റെ ഇടനാഴിയിൽ വളകിലുക്കം കേൾക്കാൻ തുടങ്ങിയിട്ട് ഏറെ കാലമായി. അത് ഓരോ തവണ കഴിയുന്തോറും ഈ മത്സരാർത്ഥികളുടെ, അതായത് വനിതാ സ്ഥാനാർത്ഥികളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. എപ്പോഴും വനിതാ സ്ഥാനാർത്ഥികളെ കൂടുതലായിട്ട് ഇറക്കാറുള്ളത് മുമ്പും ഇപ്പോഴും LDF തന്നെയാണ്. അവരെ ഇത്തവണ മത്സരിപ്പിക്കുന്നത് 18 പേരെയാണ്. UDF 12 പേരെയാണെന്നുണ്ടെങ്കിൽ NDAയിൽ നിന്ന് 17 പേരുമാണ് ജനവിധി തേടുന്നത്. എപ്പോഴും വനിതകൾക്ക് വേണ്ട തരത്തിലുള്ള പ്രാമുഖ്യം LDF കൊടുക്കാറുണ്ട്. അതിനോടൊപ്പം തന്നെ യുവനിരയ്ക്കും പ്രാതിനിധ്യം കൊടുക്കാറുണ്ട്. ഇത്തവണ യുവനിരയ്ക്കും പ്രാതിനിധ്യം ഉണ്ടെങ്കിലും അതുപോലെ തന്നെ പ്രായാധിക്യത്തിൽ നിൽക്കുന്നവർക്കും പരിഗണന നൽകിയിട്ടുണ്ടെന്നുള്ളതാണ്. പാലക്കാട് ജില്ലയിലെ കോങ്ങോട് എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിലാണ് 3 മുന്നണികളിലും സ്ഥാനാർത്ഥികൾ വനിതകളാണെന്നുള്ളതാണ്. അത് സിറ്റിംഗ് MLA K ശാന്തകുമാരിയാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. KPC ജനറൽ സെക്രട്ടറി KA തുളസി UDFിനും BJPയുടെ സംസ്ഥാന സെക്രട്ടറി രേണു സുരേഷാണ് NDAയ്ക്കും വേണ്ടി മത്സര രംഗത്തുള്ളത്. നമ്മൾ എടുത്തു പറയേണ്ട കാര്യം, മന്ത്രിമാരായ വീണ ജോർജ്, ചിഞ്ചുറാണി, മന്ത്രി ബിന്ദു, ഡോക്ടർ R ബിന്ദു, ഇവരൊക്കെയും ജനവിധി തേടുന്നുണ്ട്. ഇവർ 3 പേരും പരാജയത്തിന്റെ പടുകുഴിയിലേക്കാണ് പോകുന്നതെന്ന് തെരഞ്ഞെടുപ്പിന് എത്രയോ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ്. കാരണങ്ങൾ സഹിതം വീണ ജോർജ് ഓരോ ദിവസം കഴിയുന്തോറും പരാജയത്തിന്റെ പടുകുഴിയിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. കാരണം വീണ ജോർജിലും ആരോഗ്യ വകുപ്പിൽ നിന്നും അത്തരത്തിലുള്ള ദോഷങ്ങളാണ് കേരള സമൂഹം അനുഭവിച്ചത്. ഒടുവിൽ വന്നിട്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ കഴുത്തുളുക്ക് നാടകം പോലും ജനങ്ങളുടെ മുന്നിൽ അപഹാസ്യരായി മാറുന്നതാണ് കണ്ടത്. അങ്ങനെയുള്ള ജനം തീർച്ചയായിട്ടും ആറന്മുള നിയോജക മണ്ഡലത്തിൽ നിന്നും വീണ ജോർജിനെ തൂത്തെറിയും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വീണ ജോർജ് ഉണ്ടാക്കി വരുത്തി വെച്ചിട്ടുള്ള വിന കാരണം LDFിന് കേരളം മുഴുവൻ തിരിച്ചടി നേരിടുകയും ചെയ്യുമെന്നുള്ളതാണ്. കാരണം അത് ഒരു ചെറിയ വകുപ്പല്ല, പ്രധാനപ്പെട്ട വകുപ്പാണ്. 2016 നമുക്കറിയാം, 1ാം പിണറായി സർക്കാരിൽ, അതായത് കോവിഡിന്റെ കാലത്ത് ആരോഗ്യ വകുപ്പ് മാത്രമാണ് ഏറ്റവും അധികം ശ്രദ്ധ നേടിയിരുന്നത്. ആരോഗ്യ വകുപ്പും ഭക്ഷ്യവകുപ്പുമാണ്. ആരോഗ്യ വകുപ്പിലൂടെ എല്ലാ കാര്യങ്ങളും മികവാർന്ന രീതിയിൽ ചെയ്തു എന്ന് LDF വരുത്തി തീർത്തു. KK ശൈലജയും അതിനോടൊപ്പം തന്നെ PR വർക്കിലൂടെ ഈ ലോകം മുഴുവൻ മാതൃകയാക്കേണ്ട ഒരു ആരോഗ്യ മന്ത്രി എന്നുള്ള രീതിയിൽ എടുത്തു കാട്ടുകയും ചെയ്തു. അങ്ങനെ വീണ ജോർജ് ഉണ്ടാക്കി എടുത്തിട്ടുള്ള വിനയാണ് പാർട്ടിക്ക് ദോഷം. വീണ ജോർജിന് ആറന്മുളയിലും തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത്. അതുപോലെ വിദ്യാഭ്യാസ വകുപ്പ്, ഉന്നത വിദ്യാഭ്യാസം, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം മുഴുവൻ താറുമാറാക്കിയത് 2021 ആ വകുപ്പ് ഏറ്റെടുത്ത മന്ത്രി ബിന്ദു കൊച്ചമ്മ കാരണമാണ്. പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവന്റെ ഭാര്യ, ആ മന്ത്രി ഡോക്ടറേറ്റ് ആണ്, ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റ്, തൃശൂർ കോളേജിലെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് വരെ എത്തി. അതിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞ ഉടനെ ഇരിങ്ങാലക്കുട മണ്ഡലം എടുത്തു. അതുകൊണ്ട് എന്ത് പറ്റി? ഇരിങ്ങാലക്കുടയിൽ ഇക്കുറി അവിടെ മത്സരം നടക്കുന്നത് UDFിന്റെ സ്ഥാനാർത്ഥി കേരള കോൺഗ്രസിലെ തോമസ് ഉണ്ണിയാടനും അതുപോലെ BJPയുടെ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള പോരാട്ടമാണ്. അപ്പോൾ തീർച്ചയായിട്ടും LDFിന് CPMന് കൈവിടാൻ പോകുന്നു. 2ാമത്തെ മണ്ഡലം ഉറപ്പായിട്ടുള്ള, അതുപോലെ തന്നെ ഒരു വനിതയും കൂടി പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ മറ്റൊന്നാണ് ചിഞ്ചുറാണി ചടയമംഗലം മണ്ഡലത്തിൽ നിന്ന് വളരെ നേരത്തെ തന്നെ പരാജയപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. LDFിന്റെ പ്രധാന പ്രമുഖർ മത്സരിക്കുന്ന വനിതകൾ എന്ന് പറയുന്നത് KK ശൈലജ, ബിന്ദു, ചിഞ്ചുറാണി, വീണ ജോർജ്, PK ശ്യാമള. ഇതിൽ KK ശൈലജ 2021 മട്ടന്നൂരിൽ നിന്ന് 60,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിയ MLA ആയിരുന്നു
കെ ശൈലജ. ആ ശൈലജയെ പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര കൊണ്ടുവന്ന് നിർത്തി പരാജയപ്പെടുത്തി ഷാഫി പറമ്പലിന് മുമ്പിൽ പരാജയപ്പെടേണ്ടി വന്നു. 1,36,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഷാഫി വിജയിച്ചു പോയത്. അപ്പോൾ നാണം കെട്ട പതനമാണ് അവിടെ കെ ശൈലജയ്ക്ക് നേരിടേണ്ടി വന്നത്. ഇക്കുറി സീറ്റ് കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ, അതിൽ മുറുമുറുപ്പുണ്ടായപ്പോൾ, എന്നാൽ പേരാവൂരിൽ പോയി മത്സരിച്ചു, അവിടെ പോയി നിന്ന് ജയിച്ചു വാ എന്ന് കാരണഭൂതർ പറഞ്ഞു. പേരാവൂർ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ തട്ടകമാണ്, കുടിയേറ്റ കർഷകരുടെ ഇടമാണ്, കണ്ണൂരിലെ നിയമസഭാ മണ്ഡലമാണ്. അവിടെ അഡ്വക്കേറ്റ് സണ്ണി ജോസഫാണ് മത്സരിക്കുന്നത്. സണ്ണി ജോസഫ് അവിടെ ജനപ്രിയനാണ്. അവിടെ സണ്ണി ജോസഫ് 21 വിജയിച്ചത് ഏതാണ്ട് 3000-4000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിനെ ഒന്നും മറികടക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അവിടെ പേരാവൂരിൽ ഒരു നേർച്ചക്കോഴിയായിട്ടാണ് കെ ശൈലജയെ വിട്ടിരിക്കുന്നത് എന്നുള്ളത് ആർക്കും മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന കാര്യമാണ്. അതുപോലെ തന്നെയാണ് പി ശ്യാമള. എം വി ഗോവിന്ദൻ പിണറായി വിജയന്റെ മുന്നിൽ നട്ടൽ വളച്ചു നിൽക്കുകയല്ലേ. എം വി ഗോവിന്ദനെ മത്സരിക്കാനായിട്ട് ഇറക്കിയിട്ടില്ല, മറിച്ച് പി ശ്യാമളയാണ് മത്സരിക്കാൻ ഇറക്കി വിട്ടിരിക്കുന്നത്. അതും വലിയ തിരിച്ചടി പാർട്ടിക്ക് നേരിടാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ മറ്റ് നിരവധി പേരുണ്ട് മത്സരിക്കാൻ. അവിടെ LDF ഇറക്കിയിരിക്കുന്നത് 18 പേരെയാണ്. അതിൽ ഏറ്റവും അതിപ്രധാനികളായിട്ടുള്ളവരാണ് ഈ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ UDFന്റെ പ്രമുഖരുണ്ട്. ഷാനി മോൾ ഉസ്മാൻ, ഐഷ പോറ്റി, ബിന്ദു കൃഷ്ണ, ഉമാ തോമസ്, കെ രമ. ഇതിൽ ഷാനി മോൾ ഉസ്മാനും ഇത്തവണ വിജയസാധ്യതയാണ് കാണുന്നത്. അരൂർ മണ്ഡലത്തിൽ നിന്നാണ് മത്സരിക്കുന്നത്. ഏറ്റവും മികച്ച പ്രകടനവും മത്സരവും നടക്കുന്ന കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി, ബാലകൃഷ്ണ പിള്ളയുടെ കയ്യിൽ നിന്ന് കൊട്ടാരക്കരയെ മോചിപ്പിച്ചു കൊണ്ടുവന്ന ഐഷ പോറ്റിയെ 2021 പാർട്ടി തഴഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഐഷ പോറ്റി പാർട്ടി വിട്ട് ഇക്കുറി കോൺഗ്രസിന്റെ ടിക്കറ്റിൽ മത്സരിക്കുന്നു. ഐഷ പോറ്റിയെ എതിരിടുന്നത് ധനമന്ത്രി തന്നെയാണ്. അപ്പോൾ അവിടെയും മത്സരം നടക്കുകയാണ്. ബാലഗോപാലിനെ വീഴ്ത്താനുള്ള യജ്ഞമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ കൊല്ലത്ത് ബിന്ദു കൃഷ്ണയാണ്. ബിന്ദു കൃഷ്ണയ്ക്ക് ജയിക്കാൻ പറ്റിയ ഒരു സാഹചര്യമാണിപ്പോൾ. കാരണം ആ മണ്ഡലം, കൊല്ലം നിയമസഭാ മണ്ഡലം ഈ മുകേഷ് കാരണം കൊളവാക്കിയിട്ടിരിക്കുകയാണ്. CPMന്റെ അടിത്തറ തെറ്റിക്കിടക്കുകയാണ്. അവിടെ ഏത് വമ്പനെ കൊണ്ടുവന്ന് നിർത്തിയാലും പരാജയം ഉറപ്പാണ്. അപ്പോൾ ബിന്ദു കൃഷ്ണയെ കോൺഗ്രസിലുള്ളവർ കാലുവാരാതിരുന്നു കഴിഞ്ഞാൽ ബിന്ദു കൃഷ്ണയ്ക്ക് ഇത്തവണ നിയമസഭയിൽ എത്താം. കാരണം ബിന്ദു കൃഷ്ണ ഈ തോറ്റ് ഇങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. അതുപോലെ ഉമാ തോമസിന്റെ വിജയം ഉറപ്പാണ്. PT തോമസിനോട് ഇപ്പോഴും ആദരവുണ്ട് ജനങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ തൃക്കാക്കരയിൽ നിന്ന് ഉമാ തോമസ് വിജയിക്കും. അതുപോലെ വടകരയിൽ കെ രമയുടെ മണ്ഡലമാണ്, അതിന് മാറ്റമില്ല. NDAയുടെ പ്രമുഖർ എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രനും പത്മജ വേണുഗോപാലും ശ്രീലേഖയും അഞ്ജലി നായരും നവ്യ ഹരിദാസുമാണ്. ഇതിലെ കടുത്ത മത്സരം നടക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂരും തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിലും. ശോഭാ സുരേന്ദ്രന്റെ വിജയം ഏതാനും നാളുകൾക്ക് മുമ്പേ തന്നെ പാലക്കാട് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അതിൽ അവസാന നിമിഷം ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി നടത്താനായിട്ട് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ചിലരുടെ ശ്രമം ഉണ്ടായെങ്കിലും ശോഭാ സുരേന്ദ്രൻ അതിനെ അതിജീവിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ജനവിധി തേടി 47 വനിതാ പോരാളികളാണ് ഉള്ളത്. ഇതില് LDFലെ വനിതാ പോരാളികൾ മുഴുവൻ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് പോകും എന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ്.